പട്ടാപ്പകൽ കാട്ടാനകളുടെ ചവിട്ടേറ്റ് 2 ആദിവാസി വനിതകൾക്ക് പരിക്ക്. ചാലിയാർ പഞ്ചായത്തിലെ പൈങ്ങാക്കോട് പാണപ്പൊയിൽ കോളനിയിലെ മുണ്ടി, മാതി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനവീതി കരുതി വരുത്താൻ നടപടി വേഗം കൈക്കൊള്ളൂ. മനുഷ്യജീവന് വില കൽപ്പിക്കാൻ മനുഷ്യജീവന് വില നൽകാതെ ഇനിയും നിങ്ങൾ വെറുതെ ഇരുന്നാൽ സമരത്തിന്റെ ഭാവം മാറും. വിപ്ലവ വിഭജന പ്രസ്ഥാനത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വിറക് ശേഖരിക്കുകയായിരുന്ന 5 അംഗ ആദിവാസി സ്ത്രീകൾക്ക് നേരെ കാട്ടാന ആക്രമണം നടത്തിയത്. കാട്ടാനയെ കണ്ട് ഓടുന്നതിനിൽ വീണ ഇവരെ തുമ്പിക്കൈ കൊണ്ട് കാട്ടാനകൾ തട്ടിയെറിയുകയായിരുന്നു. 2 പേർക്കും വാരിയലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മാതിയുടെ വലത് കൈയിന് പൊട്ടലുമുണ്ട്. ഇവർ വിറക് ശേഖരിക്കുന്നതിന്റെ മുളങ്കോട്ടത്തിലെ മറവിലൂടെ എത്തിയാണ് ആനകൾ ആക്രമണം നടത്തിയത്. ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രി എത്തിച്ച ഇവർക്ക് പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കൂടെയുള്ള മറ്റു 3 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി 2 ആനകൾ മൊടവണ്ണ, വെട്ടേക്കാട്, പൈങ്ങാക്കോട്, കുന്നത്തുചാൽ മേഖലകളിൽ തമ്പടിച്ചിരിക്കുകയാണ്. വനംവകുപ്പ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാട്ടാന ആക്രമണം കൂടുമ്പോഴും നടപടി സ്വീകരിക്കാത്ത വനംവകുപ്പ് നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സഹിർ അങ്കമ്പാടത്തിൻ്റെ നേതൃത്വത്തിൽ 100ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി.ടി. ഉസ്മാൻ, ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അങ്കമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ രാത്രിയിലും സമരം നടത്തിയത്. കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ 4 ദിവസവേതന വാച്ചർമാരെ നിയമിക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എടവണ്ണ റേഞ്ച് ഓഫീസറുടെ സാന്നിധ്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കും. RRT ടീമിന്റെ സേവനവും ഉറപ്പുവരുത്തും. വനംവകുപ്പ് അധികൃതർ ഉറപ്പിൽ 9:15 സമരം അവസാനിപ്പിച്ചു.